എന്തോ അമ്മ രാവിലെ തന്നെ പരിപാടി? രാവിലെ ഞാൻ പൊറോട്ട ഉണ്ടാക്കുക. കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇങ്ങനെയാണോ പൊറോട്ട ഉണ്ടാക്കുന്നത്? ഇത് പുതിയ മോഡൽ പൊറോട്ടയാ. ആയിക്കോട്ടെ. രാവിലെ എന്ത് ഇരുമ്പുളിയൊക്കെ ആയിട്ട് അച്ചാറാണോ? മോളെ ലേശം ഇരുമ്പമ്പുളി കിട്ടിയപ്പോൾ അത് അച്ചാറിട്ടേക്കാന്ന് വിചാരിച്ചു. വേഗം ഉണ്ടാക്കുക. ഉച്ചയ്ക്ക് ചോറിന് അച്ചാറും കൂട്ടത്തില്ല. ആയിക്കോട്ടെ. നമ്മളപ്പോൾ പിഞ്ച് ഇരുമ്പമ്പുളി വേണം കേട്ടോ നമ്മളെ എടുക്കാൻ. ഒരുപാട് മൂത്തതാകുമ്പോൾ ഒരു രസമില്ല. പിഞ്ചാണെങ്കിൽ അതാണ് അച്ചാറിടാൻ നല്ലത്. അത് നമ്മൾ പിഞ്ച് ഇരുമ്പമ്പുളി ഇങ്ങനെ 4ആയിട്ട് കീറി അതിൻ്റെ ഞെട്ടും ഇതൊക്കെ കളഞ്ഞിട്ട് കഴുകി നല്ല വൃത്തിയാക്കി നമ്മളിങ്ങനെ 4ആയിട്ട് കീറി എടുത്ത് വെക്കുക കേട്ടോ. എന്തോ അമ്മയുടെ മൂത്തതെല്ലാം മാറ്റി വെച്ചേക്കുന്നത് എന്തിനാ? അത് നമുക്ക് ചക്കക്കുരുവിലിട്ട് കറി വെക്കാം, പിന്നെ മീനിലിട്ട് കറി വെക്കാനൊക്കെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഉപ്പിലിടാങ്ങുള്ളൂ. ഉപ്പിൽ വേണമെങ്കിൽ ഉപ്പിലിടാം. എന്നാൽ പിന്നെ ഉപ്പിലിട്ടാൽ പോരെ? അങ്ങനെ വേണമെങ്കിൽ ഉപ്പിലിടാം. അപ്പം നമ്മുടെ പോഷകങ്ങളുടെ കലവറയായി ഇരുമ്പുളി നമ്മൾ അരിഞ്ഞ് അതുപോലെ തന്നെ ഉപ്പ് തിരുമ്മി വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉപ്പ് തിരുമ്മി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടി ചൂടാവാൻ വെച്ചു. നമ്മൾ രാവിലെ തന്നെ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഈ അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേ നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ടാണ്. കുറേ കാലത്തേക്ക് വേണമെന്നുള്ളവർ നല്ലെണ്ണയിൽ ചെയ്തെടുക്കുക. അപ്പം അത് ചൂടായപ്പം അതിനകത്തോട്ട് നമ്മൾ ആദ്യം കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഉലുവ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ കടുക് പൊട്ടിയപ്പോൾ അതൊന്ന് തെറിച്ചു വിട്ടു. അതാണെന്ന് ഇടയ്ക്കൊന്ന് ഷെയ്ക്കായി പോയത്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല, അല്ലാതെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് പേസ്റ്റ് ആക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇരുമ്പുളി പറിക്കുമ്പം മൂത്തത് പറിക്കുന്നതിനേക്കാളും ടേസ്റ്റ് വലിയ മൂത്ത് പോവാത്തത് പറിക്കുന്നതിനാണ്. അപ്പം അതിനകത്തോട് നമ്മൾ അച്ചാർ പൊടിയാണ് ഇടുന്നത്. നമ്മുടെ അടുത്ത് അച്ചാർ പൊടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ പൊടികളായിട്ട് ചേർക്കാം. അതിനുശേഷം നമ്മൾ കായപ്പൊടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി. ഇത് തീ ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കാരണം ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇതിലേക്ക് വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളിത് നമ്മുടെ അടുത്തൊരു മെയിൻ ഐറ്റം കറിവേപ്പിലയാണ്. അത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു, നമ്മളത് മറന്നു പോയി. വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇരുമ്പുളിക്ക് പുളി ഉണ്ടല്ലോ, അതുകൊണ്ട് വിനാഗിരീൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മുടെ ഇരുമ്പുളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ടോ 3ആയിട്ടോ കീറി അച്ചാറിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അമൃതമായിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് കേട് തന്നെയാണ്. അപ്പം ഒരുപാടെടുത്ത് കഴിക്കാതിരിക്കുക, നമ്മുടെ കിഡ്നിക്കൊക്കെ കേടാണ്. കുറച്ച് കഴിക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്, കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പം ഉപ്പ് ഒട്ടുമില്ലായിരുന്നു. അപ്പം നമ്മൾ ഇച്ചിരിയും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പുളീൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും കൂടി വന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. കുറച്ച് ഉപ്പിച്ചിരി മുങ്ങി നിൽക്കണം. ഇനി വിനാഗിരി ഒഴിക്കണം നിർബന്ധമുള്ളവർക്ക് ഒഴിക്കാം കേട്ടോ. അധികം ഒഴിക്കരുതെന്നേ ഉള്ളൂ, കാരണം വല്ലാത്ത പുളിയായി പോവും. അതിനുശേഷം നമ്മളിടുന്നത് നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇത് നമ്മളാണ്, നമ്മുടെ ഒരു കൂട്ടാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല,
പഞ്ചസാരയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര നമ്മുടെ ഇട്ട പൊടികളെല്ലാം ഒന്ന് പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.